ബ്രഹ്മാണ്ട പടം എവിടെ ചെയ്ത് വെച്ചേക്കാൻ അങ്ങനെയാണ് പോയി നിങ്ങൾ കണ്ടു നോക്ക്. അടിപൊളി അടിപൊളി പടം, പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറം. കൊള്ളാം, നല്ല സിനിമ, സൂപ്പർ പടം, ഒരു രക്ഷയില്ല. അത് മേക്കിംഗ് തന്നെയാണ്, ഒരു ഹോളിവുഡ് ലെവൽ മൂവി, ഒരു രക്ഷയില്ല. നല്ല പടമാണ്, വെരി ഗുഡ്, നല്ല പടം. கமலஹாசன் ஆக்டிங் வேற லெவல் ப்ரோ. அமிதாப் பச்சன் நல்ல ஃபைட் சீன்ஸ் எல்லாம் நல்லா இருந்துச்சு. பிரபாஸ் வந்து ஃபர்ஸ்ட்ல നെഗറ്റീവാக போயிட்டு இருந்துச்சு, ലാസ്റ്റിൽ நல்லா இருந்துச்சு. കൊള്ളാം, പക്ഷേ ഇടയ്ക്ക് ചില സീന് മാത്രം ലൈക്ക് ഒരു VFX-ൽ ഒരു ഇത് പറഞ്ഞു. പക്ഷേ ഇന്ത്യയിൽ നടത്തിയ ട്രയൽ ബെസ്റ്റ്, കൊള്ളാം. ഓമ്പാ അത് ലൈക്ക് ഇത്രയും വലിയ ട്രൈ നടത്തുന്നില്ലേ, അതേ നല്ലതല്ലേ. കൊള്ളായിരുന്നു ബ്രോ, നല്ല പടമാണ്. നമ്മുടെ ഒരു BC മീഡിയ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് വരുന്നത്. നമ്മുടെ ഇന്ത്യൻ മിത്തോളജി, മഹാഭാരതയും പിന്നെ ഫ്യൂച്ചറായിട്ട് കുറച്ച് സംഭവങ്ങളാണ് വരുന്നത്. പടം മൊത്തത്തിൽ നൈസാണ്, തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. പടം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിപൊളി പടം. മഹാഭാരതത്തിൻ്റെ റെഫറൻസ് ഉള്ള ഇത്രയും നല്ലൊരു പടം ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ തന്നെ വന്നിട്ടില്ല. കുറച്ച് മഹാഭാരതത്തിനെ കുറിച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ തന്നെ പടം കിടിലാണ്. രോമാഞ്ചം എന്ന് പറഞ്ഞാൽ സൂപ്പർ സിനിമ, കിട്ടില്ല സിനിമ, ഒന്നും പറയാനില്ല. ഇതിലൊന്നുമില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും മഹാഭാരതത്തിനെ കുറിച്ച് കുറച്ച് അറിയാമെങ്കിൽ ഈ സിനിമ കിട്ടില്ലാരും ഇഷ്ടപ്പെടും. സൂപ്പർ സിനിമയാണ്, കിട്ടില്ല സിനിമ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പർ തിയേറ്റർ എക്സ്പീരിയൻസ് കൊള്ളായിരുന്നു, വിഷ്വൽ ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ്, പിന്നെ എല്ലാം അടിപൊളി പടം തന്നെയാണ്. സൂപ്പർ പടം, മീൻസ് നമ്മളൊരു മാർവലൊക്കെ കാണത്തില്ലേ, അതേപോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നൈസ് പടം. പ്രഭാസ് ആയാലും അമിതാഭ് ബച്ചനും എല്ലാം നല്ല ഇത് തന്നെയായിരുന്നു. മെയിനായിട്ട് എടുത്ത് പറയാനുള്ള വിഷ്വൽ ക്വാളിറ്റിയാണ്, അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല, നല്ല പടം. அதோட நல்லா இருக்கு, இது நல்லா இருக்கு. സത്യം പറഞ്ഞാൽ പ്രഭാസിന് ചെറിയൊരു നെഗറ്റീവ് റോൾ ഉണ്ടായിരുന്നു, പക്ഷേ ലാസ്റ്റ് ആയപ്പം കിട്ടില്ലായിരുന്നു. എന്തൊരു പറയാൻ, രാമായണത്തിൻ്റെ ആ സ്റ്റൈൽ പോലെ നല്ലതായിരിക്കും സിനിമ. മഹാഭാരതം അറിയുന്ന ആളാണെങ്കിൽ ഒരു രോമാഞ്ചം, പിന്നെ കമലഹാസൻ ഫാൻ ആണെങ്കിൽ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടിപൊളി പാടമാണ് ബ്രോ, കണ്ടിരിക്കേണ്ട പടമാണ്, വിഷയം പടം. ലാസ്റ്റ് ഇൻ്റർവെൽ ബ്ലോക്കും ക്ലൈമാക്സ് ഒക്കെ വെറും വിഷയം, അടിപൊളി ബ്രോ, അടിപൊളിയാണ് ബ്രോ, ഇഷ്ടപ്പെടും. കൊള്ളാം, നല്ല സിനിമ. സെക്കൻഡ് ഹാഫാണ് പൊളി, ഇതിൻ്റെ സെക്കൻഡിനാണ് ഇനി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്.